ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ഇന്ന് നടക്കാനിരിക്കെ ട്രെയിനിന് നേരെ കല്ലേറിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി 12:35 ഫ്ളാഗ് ഓഫ് നടത്താനിരിക്കെയാണ് മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെ പ്രദേശത്ത് ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഹൗറയ്ക്കും ഗുവാഹത്തിക്കും ഇടയിലെ ട്രെയിൻ സർവീസ് മാൾഡ ടൗൺ സ്റ്റേഷനിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്ളാഗ് ഓഫ് ആണ് ഇന്ന് നടക്കുന്നത്. ഒരുപക്ഷെ നമ്മളുടെ റെയിൽവേ ഗതാഗത സംവിധാനത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതാണ്. നേരത്തെ വന്ദേ ഭാരത് വന്നു, വൻ ഹിറ്റായി. ഇപ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വരുന്നു, അതിന്റെ ഫ്ളാഗ് ഓഫ് ആണ് നടക്കേണ്ടിയിരുന്നത്. ആരാണ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്? എന്നൊരു വ്യാജ ഭീഷണിയാവാനുള്ള സാധ്യതയുണ്ടോ? ഈ ഫ്ളാഗ് ഓഫിന് കൃത്യസമയത്ത് തന്നെ നടക്കില്ലേ? അത് സമയം മാറ്റി വയ്ക്കില്ലല്ലോ അല്ലേ നോബൽ? അരുൺ, രാജ്യത്ത് റെയിൽവേയിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയതാണ് വന്ദേ ഭാരത് ട്രെയിൻ. അതിന്റെ സ്ലീപ്പർ ട്രെയിനുകളാണ് ഇന്നു മുതൽ ഓട്ടം ആരംഭിക്കുന്നത്. ഹൗറ ഗുവാഹത്തിയാണ് ഇന്ന് ആദ്യ സർവീസ് നടത്താൻ പോകുന്നത്. പ്രധാനമന്ത്രി 12:45 ഉദ്ഘാടനം ചെയ്യാൻ, ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ഇരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിനിന് നേരെ കല്ലേറ് ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇതൊരു ഭീഷണിയല്ല, കൃത്യമായ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പശ്ചിമ ബംഗാളിനും അസാമിലേക്കുമാണ് ഈ ട്രെയിൻ പോകുന്നത്. രണ്ട് സംസ്ഥാനങ്ങൾ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകുന്ന സംസ്ഥാനമാണ്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യവും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പശ്ചിമ ബംഗാളിൽ വലിയ തരത്തിൽ ഇഡിയുടെ ഐപാക് റെയ്ഡും അതിനുശേഷം കേന്ദ്ര സർക്കാരിനെതിരെ തൃണമൂൽ കോൺഗ്രസ് ചെയ്ത നിലപാടുമൊക്കെ വലിയ തരത്തിൽ ചർച്ചയും തർക്കവും ഒക്കെ ആയതാണ്. ഇതിന്റെ ഒരു തുടർച്ചയെന്ന് വേണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മുന്നറിയിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പ്രധാനമന്ത്രി ഇന്നിപ്പോൾ മാൾഡ ടൗൺ സ്റ്റേഷനിൽ നിന്നാണ് 12:45 ഈ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ സർക്കാരിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ട്രെയിനിന് നേരെ കല്ലേറുണ്ടാകാം എന്നൊരു മുന്നറിയിപ്പാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസിനും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. കാരണം പ്രധാനമന്ത്രി നേരിട്ട് സംസ്ഥാനത്തേക്ക് എത്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദം, മമതാ ബാനർജി നേരിട്ടെത്തി ഇഡിയുടെ പരിശോധന അടക്കം തടഞ്ഞ സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്നത്. ആ പശ്ചാത്തലത്തിൽ കണക്കെടുത്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട്, ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ട്രെയിനിൽ എല്ലാവിധ സുരക്ഷയും ഒരുക്കുമെന്ന് RPF അറിയിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും വലിയ വിപ്ലവകരമായ മാറ്റമാണ് വന്ദേ ഭാരത് ട്രെയിൻ ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ആദ്യ ട്രെയിനാണ് ഇന്നിപ്പോൾ, സ്ലീപ്പർ ട്രെയിനാണ് ഇന്നിപ്പോൾ സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. നേരത്തെ ദില്ലിയിൽ ആ ട്രെയിൻ എത്തുമ്പോൾ നമ്മൾ ട്രെയിൻ വിശദമായി കയറുകയും അതുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകുകയും ചെയ്താണ്. കാരണം 16 ബോഗിയിലായി 826 പേർക്ക് യാത്രയാവുന്ന ഫുൾ AC കമ്പാർട്ട്മെന്റുള്ള അത്യാധുനിക സംവിധാനം ഉള്ള ട്രെയിനാണ് ഇപ്പോൾ വരാൻ പോകുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ എന്ന് പറയുന്നത്. ആളുകൾക്ക് വളരെ മനോഹരമായി യാത്രയാവുന്ന രീതിയിലാണ് ട്രെയിൻ ക്രമീകരിക്കുകയും അതിന്റെ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉൾവശങ്ങളൊക്കെ കാണുമ്പോൾ അത് കയറി യാത്ര ചെയ്യാൻ തന്നെ നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. കേരളത്തിന് പക്ഷേ ആദ്യഘട്ടത്തിൽ സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിച്ചിട്ടില്ല വന്ദേ ഭാരതിന്റെ. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽപ്പുണ്ട്. പക്ഷേ കല്ലേറെറിയുന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി കൂടുതലായി പോയി. അത്തരം കാര്യങ്ങളൊന്നും ഒരാളും ചെയ്യാൻ പാടില്ല. ഹൗറയ്ക്ക് ഇടയിലാണ്, മാൾഡയിലാണ് ഇന്ന് ഫ്ളാഗ് ഓഫ് നടക്കേണ്ടിയിരുന്നത്. കൃത്യസമയത്ത് നടക്കും. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയെന്നാണ് നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.